കേരള നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ 3 ദിവസം ചോദ്യോത്തരവേള ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി എംഎൽഎമാർ. പ്രതിപക്ഷ എംഎൽഎമാരുടെ പ്രതിഷേധങ്ങളും ചോദ്യങ്ങളും ഒഴിവാക്കാനായാണ് സ്പീക്കറുടെ നീക്കം. ചോദ്യോത്തരവേള ഒഴിവാക്കിയാൽ പ്രതിപക്ഷ എംഎൽഎമാർ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകും. ഭരണകാലയളവിൽ പല ഘട്ടങ്ങളിലുണ്ടായ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും വിമർശനങ്ങൾ അറിയിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഇടമാണ് നിയമസഭാ സമ്മേളനത്തിലെ ചോദ്യോത്തരവേള. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള നിയമസഭാ സമ്മേളനത്തിൽ ആദ്യ 3 ദിവസം ചോദ്യോത്തരവേള വേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് സ്പീക്കർ എത്തിയിട്ടുള്ളത്. പ്രതിപക്ഷ എംഎൽഎമാരുടെ അവകാശങ്ങളാണ് ഇതിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നിയമസഭയുടെ പൂർണ്ണ സഭാധികാരി സ്പീക്കറാണെന്നിരിക്കെയാണ് മറ്റ് സഭാംഗങ്ങളുടെ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് സ്പീക്കർ കടക്കുന്നത്. സർക്കാർ വകുപ്പുകളുടെ പ്രശ്നങ്ങളും ചോദ്യോത്തരവേളയിൽ ചൂണ്ടിക്കാണിക്കപ്പെടും. സഭയിൽ പ്രതിഷേധങ്ങളും പ്രതിരോധവും ഉണ്ടാകും. പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോകും. അങ്ങനെയെങ്കിൽ സഭാ നടപടികൾ വീണ്ടും നീളാനുള്ള സാധ്യതയുമുണ്ട്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് സ്പീക്കർ കടുത്ത തീരുമാനത്തിലേക്ക് കടന്നത്. സർക്കാരിനെ പ്രതിരോധിക്കുന്ന പല വിഷയങ്ങളും സമീപകാലങ്ങളിൽ ഉണ്ടായി. ഇവയ്ക്കൊക്കെ സർക്കാർ മറുപടി പറയേണ്ടി വരും. ഈ പ്രതിഷേധങ്ങൾ മുന്നിൽ കണ്ടാണ് സഭാധികാരിയായ സ്പീക്കറുടെ കടുത്ത തീരുമാനം. ജനം, തിരുവനന്തപുരം.